Oh, great, great. Bengali song. Great. Oh, great, so great, cool. Great, thank you, fantastic, fantastic. Just moment. കുഞ്ഞനാനും മുത്തശ്ശിയും കാട്ടിനടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു ഒന്നൂരി മുത്തശ്ശിയുടെ വീട്. ഒരു ദിവസം മുത്തശ്ശി ഒരു കരച്ചിൽ കേട്ടു. ചിൽ ചിൽ. മുറിവേറ്റ ഒരു കുഞ്ഞണ്ണാനായിരുന്നു അത്. മുത്തശ്ശി കുഞ്ഞണ്ണാന്റെ മുറിവിൽ മരുന്ന് വെച്ചു. അവന് പാലും പഴവും കഴിക്കാൻ നൽകി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞണ്ണാൻ മിടുക്കനായി. അങ്ങനെ അവൻ മുത്തശ്ശിക്കൊപ്പം താമസിക്കാൻ തുടങ്ങി. ഒരു ദിവസം കാട്ടിൽ നിന്ന് മറ്റൊരു അണ്ണാരക്കണ്ണൻ ഗ്രാമത്തിലെത്തി. അവൻ കുഞ്ഞണ്ണാനുമായി കൂട്ടുകൂടാൻ എന്ത് രസമാണെന്നോ. നീ കാട്ടിലേക്ക് വാ, നമുക്കവിടെ കഴിയാം. അണ്ണാരക്കണ്ണൻ പറഞ്ഞത് കേട്ട് കുഞ്ഞണ്ണാൻ മുത്തശ്ശിയോട് പോലും പറയാതെ കാട്ടിലേക്ക് പോയി. കുഞ്ഞണ്ണാൻ പഴങ്ങൾ തിന്നും മറ്റ് അണ്ണാരക്കണ്ണന്മാർക്കൊപ്പം ഓടിക്കളിച്ചും കാട്ടിൽ നടന്നു. പെട്ടെന്നാണ് ഒരു പരുന്ത് പറന്നു വന്നത്. അയ്യോ ഓടിക്കോ! മറ്റ് അണ്ണാരക്കണ്ണന്മാർ ഓടി ഒളിച്ചു. പരുന്ത് പാവം കുഞ്ഞണ്ണാനെ റാഞ്ചി പറന്നു. കുഞ്ഞണ്ണാനെ പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി. അവൻ പരുന്തിന്റെ കാലിൽ ഇത്തിരിയാക്കി. പരുന്ത് സഹിക്കാതെ വയ്യാതെ കുഞ്ഞണ്ണാനെ താഴേക്കിട്ടു. ഭാഗ്യത്തിന്
ഭാഗ്യത്തിന് ഒരു വൈദ്യ കൂനയുടെ പുറത്താണ് അവൻ വീണത്. അണ്ണാറക്കണ്ണന്റെ വാക്ക് കേട്ട് മുത്തശ്ശിയെ വിട്ട് പോന്നിട്ട ഈ അമളി പറ്റിയത്. കുഞ്ഞണ്ണൻ ഓർത്തു. അവൻ ഉണ്ണൂരി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി. Okay, I cannot understand that. മഹർഷി കൂട്ടുകാരായ മൃഗങ്ങളെ അദ്ദേഹം വിളിച്ചു. എന്നിട്ട് മഹർഷി പറഞ്ഞു, അവനെ ഈ കാട്ടിൽ നിന്ന് ഓട്ടിക്കണം. അവർ സമ്മതിച്ചു. അവർ അവനെ കണ്ടു ഓട്ടിക്കാൻ ചെന്നു. അവൻ പിന്മാറി. മഹർഷിക്ക് മനസ്സിലായി അവൻ ഒരു കാര്യം തീരുമാനിച്ചു. ആ കാര്യം നടത്തിയിട്ടേ പിന്മാറുകയുള്ളൂ. മഹർഷി ഒരു പരീക്ഷണം കൂടി നടത്താമെന്ന് തീരുമാനിച്ചു. മഹർഷി ഒരു കുഞ്ഞ് മാനായി കുട്ടിയെ അവൻ്റെ കൂട്ടുകാരനാക്കി. ഒരു ദിവസം ഒരു സിംഹം വന്നു. വേഗം മനസ്സിൽ പിടിച്ചു കയറി. നോക്കിയപ്പോൾ മാൻകുട്ടിയെ സിംഹം പിടിക്കാൻ പോകുന്നു. അവൻ വേഗം ഒരു വഴിയിൽ പിടിച്ചുകൂടി മാൻകുട്ടിയെ എടുത്തുകൊണ്ട് മരത്തിൽ കയറി. സിംഹം തിരിച്ചു പോയപ്പോൾ മഹർഷി മനസ്സിലാക്കി ഇവർ കൂട്ടുകാർക്ക് എന്ത് ആപത്ത് വന്നാലും കൂട്ടുകാരെ രക്ഷിക്കും. മഹർഷി ഒരു പരീക്ഷണം കൂടി നടത്തി. ഒരു വൃദ്ധയുടെ വേഷം കൊണ്ടു അവൻ്റെ മുന്നിലെത്തി. ആ വൃദ്ധ പറഞ്ഞു, മോനെ, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുതരുമോ? ശരി, അവൻ പറഞ്ഞു. അമ്മമ്മ ഇവിടെ ഇരുന്നു, ഞാൻ പോയി എന്തെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ അവൻ ഒരു മരത്തിൽ 2 പഴം നിൽക്കുന്നത് കണ്ടു. അവൻ നല്ല വിശപ്പുണ്ടായിരുന്നു. അവൻ അത് കയറി 2 പഴങ്ങൾ പറിച്ചു ആ വൃദ്ധയ്ക്ക് കൊണ്ട് കൊടുത്തു. അമ്മമ്മ അത് കഴിച്ചു. മോന് വിശപ്പുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഈ പഴങ്ങൾ എനിക്ക് തന്നത്. ഞാൻ അതുകൊണ്ട് മോനൊരു സമ്മാനം തരാം. ഈ മാന്ത്രിക പാത്രം വാങ്ങി നീ എന്ത് ആഗ്രഹിക്കുന്നോ ഈ പാത്രത്തിൽ പറ്റും. വേണ്ട അമ്മമ്മ ഇത് വെച്ചോളൂ. ഞാൻ മനസ്സിൽ കയറിയെങ്കിലും പഴങ്ങൾ പറിച്ചു തിന്നു. എൻ്റെ വിശപ്പ് മാറ്റിക്കോളാം. അമ്മമ്മ തന്ന ഈ പാത്രം വെച്ചോളൂ. അപ്പോൾ മഹർഷിക്ക് മനസ്സിലായി ഇവൻ എല്ലാവരെയും സഹായിക്കും. അവൻ തിരിച്ചു ഒന്നും ആഗ്രഹിക്കുന്നില്ല. മഹർഷി സന്തോഷത്തോടെ അവനെ മൃഗങ്ങളുടെ പാട്ട് പറഞ്ഞു. You know what a sage is? Old people who are very much committed to the God. Such a person who lived in a forest, was very friendly, who knew the language of the animals. The little boy was feeling jealous about this old man, and so he thought he must chase this man away. And so he played a trick on the man, and they thought that the sage found out that little boy was a good boy, moral. So they became friends later.